പരിശുദ്ധ അമ്മ മാതാവ് വഴി എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഈശോയോട് നന്ദി പറയാണ്. ഞാൻ മിത അനൂപ്. ഞാനൊരു ഹോമിയോ ഡോക്ടറാണ്. ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ്. ഞാൻ കുറേ കാലമായിട്ട് ജോബ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ UAE-ലാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജൂലൈ മാസമാണ്. ഞാൻ അബുദാബിയിലാണ്. അവിടെ വെച്ചിട്ട് എനിക്കൊരു 5 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ഞാൻ ഹോമിയോ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഒരു 5 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ജോബ് അന്വേഷിച്ച് കുറേ നടന്നായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയണത്. ഉടമ്പടി അപ്പം എനിക്ക് തോന്നി, എന്തുകൊണ്ടാണ് ഉടമ്പടി, എന്താണ് ഇവിടെ സ്പെഷ്യലായിട്ടുള്ളതെന്ന് ഞാൻ ചിന്തിച്ചു, എല്ലാവരെയും പോലെ തന്നെ. പക്ഷേ എന്തോ ഞാൻ ഒരു സാക്ഷ്യം കേൾക്കാനിടയായി. ആ സാക്ഷ്യം കേട്ടതിന് ശേഷമാണ് എനിക്കും ഉടമ്പടി എടുത്താൽ എന്തുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. പണ്ട് മുതലേ എനിക്ക് മാതാവിൽ നല്ല വിശ്വാസമുണ്ട്. ഈശോയെ, ദൈവത്തോട് അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു കുടുംബം തന്നെയാണ് എൻ്റെയും. അപ്പം ഞാനങ്ങനെ ഉടമ്പടി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഉടമ്പടി എടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ ജോബിനുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ആദ്യം ഈ ഒരു 5 വർഷത്തെ ഗ്യാപ്പ് വന്നതുകൊണ്ട് എനിക്ക് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് ഒരു അസസ്മെൻറ്റ് പോലെ മെഡിക്കൽ ഡോക്യുമെൻറ്റേഷനെ കുറിച്ചിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതും പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് എനിക്ക് ആ കോൾ വന്നത്. അത് ഒരുപാട് പ്രാവശ്യം ഞാൻ കോൾ അറ്റൻഡ് ചെയ്ത് നോക്കി, മീൻസ് കോൾ വിളിച്ചു നോക്കി, പക്ഷെ എനിക്ക് കിട്ടണ്ടായിരുന്നില്ല. പിന്നെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ്, പ്രാർത്ഥിച്ച് മാതാവിനോട് കരഞ്ഞ് കുറേ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്കത്, അതുവരെ കിട്ടാത്ത ആ കോൾ എനിക്കപ്പോൾ കിട്ടി. അതിനുശേഷം ഞാൻ അതിന് ജോയിൻ ചെയ്തു. അപ്പോൾ അതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു ജോബ് എന്നുള്ള രീതിയിലാണ് അപ്പം ഞാൻ നിന്നിരുന്നത്. അതിനുശേഷം എനിക്ക് അവിടെ ആ ജോബ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ. അതിൻ്റെ ഒപ്പത്തിന് എനിക്ക് നല്ലൊരു, എൻ്റെ ഒരു പൊസിഷൻ അനുസരിച്ച് നല്ലൊരു ജോബ് കിട്ടാൻ വേണ്ടി അത് ഞാൻ സാലറിയൊക്കെ പറഞ്ഞ് ഇത്രയെങ്കിലും എനിക്ക് കിട്ടണേന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചേർന്നത്. പിന്നെ അതിനുശേഷം കുറച്ച് നാളിൽ ഒരു 4 മാസം മുന്നോട്ട് പോയി. 4 മാസമല്ല, 3 മാസത്തോളം മുന്നോട്ട് പോയി. അതിൻ്റെ ഒപ്പത്തിന് ജോബ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ 90ാമത്തെ ദിവസം എനിക്കൊരു കോൾ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഫസ്റ്റ് ഒരു കോൾ കിട്ടി, ദൈവമേ ഇതായിരിക്കും മാതാവ് പറഞ്ഞു വെച്ചേക്കുന്ന ജോബായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് വേഗം ഭയങ്കര ഹാപ്പി ആയിട്ട് പോയി. കുറച്ച് കാര്യങ്ങളൊക്കെ മാതാവിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ ജോലിക്ക് പോയി. ഇപ്പം ഫസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയപ്പം അവർ പറഞ്ഞു, ഇത് അയ്യോ മോള് ഡോക്ടറല്ലേ, ഇത് അങ്ങനത്തെ ഒരു പോസ്റ്റല്ല. എന്നെ വിളിച്ചത് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിനാണ്, അതിനാണ് ഞാൻ അപ്ലൈ ചെയ്തത്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പം ഇതൊന്നുമല്ല, റിസപ്ഷനിലിരിക്കാനാണ് അവർ, അതിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് അവിടെ അപ്പം നടന്നുകൊണ്ടിരുന്നത്. അതിന് മുമ്പ് വരെ ഇൻഷുറൻസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരുപാട് ഹസ്ബൻഡും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഞങ്ങൾ ഒരുമിച്ചാണ് അന്ന് പോയത്. അന്ന് എനിക്ക് ഹസ്ബൻഡിൻ്റെ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് ആണെന്ന് അവിടെ പോയത്. പെട്ടെന്ന് ആൾക്കൊരു സർജറി, അവിടുത്തെ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഡോക്ടർക്കൊരു സർജറി എന്തോ ഉള്ള കാരണം പിന്നെയും ഒരുപാട് ലേറ്റായി. ഞാൻ 2 മണിക്ക് പോയിട്ട് 4:30 ആയപ്പോഴാണ് എനിക്ക് ഇൻ്റർവ്യൂ, ഞാനൊരാളുണ്ടെന്ന് ആളറിയണത്, ഡോക്ടർ. അപ്പോൾ എന്നെ അപ്പോൾ വിളിച്ചു. പക്ഷെ അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. ദൈവമേ, എനിക്ക് ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇൻഷുറൻസ് എങ്കിലും, ഒരു ഡോക്ടറായിട്ട് ഇൻഷുറൻസ് എങ്കിലും കിട്ടണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതും ഇല്ലാതെ റിസപ്ഷനിസ്റ്റിലോട്ടൊക്കെ എനിക്ക് ഒരിക്കലും ഒരു ജോബിനും ഇത് ചെയ്യണതല്ല. പക്ഷേ എങ്കിലും എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് അന്ന് ഞാൻ കുറേ മാതാവിനോട് ഞാൻ കുറേ സംസാരിച്ചു. എനിക്കൊരു ജോബില്ല, ഞാൻ ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെ. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ എന്തായാലും എൻ്റെ മരണം വരെ ഞാൻ ഈ ഒരു ഉടമ്പടി എടുക്കണമെന്ന് എനിക്ക് തോന്നി. അന്ന് എനിക്ക് ഫീവറൊക്കെ വന്നായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി, ഫീവർ വന്നാലും ശരി, എന്ത് സംഭവിച്ചാലും എനിക്ക് ഈ ഒരു ജോബ് കിട്ടണം. അത് അപ്പം എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു. ഒന്നിലും വ്യത്യാസം വരുത്തിയില്ല. എല്ലാം ചെയ്യുന്ന പോലെ തന്നെ ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. 93ാമത്തെ ദിവസം വീണ്ടും, അന്ന് ഞാനിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ അച്ഛൻ്റെ ടോക്കൊക്കെ നന്നായി കേൾക്കുമായിരുന്നു. അതിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, വിശ്വസിക്കുക മാത്രം ചെയ്യുക, ദൈവം തന്നെ തരും എന്ന് പറഞ്ഞ 2 വചനം. അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു വചനം കിട്ടുമായിരുന്നു, കഴുത്ത് ഞെരിച്ച് കൊന്ന മൃഗങ്ങളെ ഭക്ഷിക്കരുത്, അങ്ങനത്തെ ഒരു വചനം. അതിപ്പോൾ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആ ഒരു വചനം ഇടയ്ക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ അത് എന്താണാവോ എനിക്ക് അതെങ്ങനെ കിട്ടുന്നതെന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു. പക്ഷേ
അത് കഴിഞ്ഞ് 93-ാമത്തെ ദിവസം ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പറയും, മാതാവ് ഇത്ര ദിവസമായിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ, പക്ഷെ കുഴപ്പമില്ല, ഞാൻ അന്നൊരു ഡിസിഷൻ എടുത്തു, എനിക്കിവിടെ ജോബ് കിട്ടുവാണെങ്കിൽ ഇൻഷുറൻസിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ജോബിന് പ്രിപ്പയർ ചെയ്താലോ, ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് അതും ചിന്തിച്ചു. അതിൻ്റെ ഒപ്പം പിന്നെ ഞാൻ അന്ന് എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഞാൻ അന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു, ഒന്നല്ലെങ്കിൽ എനിക്ക് ഇൻഷുറൻസിൽ കിട്ടുവാണെങ്കിൽ ഞാനിവിടെ നിൽക്കുക, അല്ലാന്ന് വെച്ചാൽ നാട്ടിൽ പോയിട്ട് ഒരു ക്ലിനിക്ക് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെ വിചാരിച്ചായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ മുന്നോട്ട് പോയത്. അങ്ങനെ ഇരിക്കെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് പറയുവാണ്, ഇങ്ങനെ ചുമ്മാ സംസാരിക്കുന്ന പോലെ പറയുവാണ്, എനിക്ക് ഇപ്പോൾ ഒരു കോള് വന്നായിരുന്നെങ്കിൽ, നല്ലൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ ഒരു കോള് വന്നായിരുന്നെങ്കിൽ, ആ കോളിൽ ആ ഒരു ജോബ് എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ നിമിഷത്തിൽ ഒരു 5 മിനിറ്റ് പോലും വൈകിയില്ല, ആ ഒരു സമയത്തിൽ തന്നെ എനിക്കൊരു കോള് വന്നു. ആ കോള് നല്ലൊരു ഹോസ്പിറ്റൽ, UAE നമ്പർ 1 ഹോസ്പിറ്റലാണ്, അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഓതറൈസേഷൻ ഓഫീസറായിട്ടുള്ള ജോബായിരുന്നു. അതിലെന്ന് പറഞ്ഞാൽ എനിക്കൊരു യോഗ്യതയില്ല. കാരണം അന്ന് അതിനുശേഷം ഓൺലൈൻ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പോഴും മാതാവിൻ്റെ ജപമാലയും പിന്നെ ഉപ്പും ബാക്കിയെല്ലാം, കാശുരൂപം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ട് കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും എൻ്റെ ഒരു കസിൻ വഴിയായിട്ട് അന്ന് എനിക്കൊരു കാശുരൂപം കിട്ടാമെന്ന് വെച്ചാൽ അത്രയും ഞാൻ പ്രഷ്യസ് ആയിട്ട് ഇപ്പോഴും, എങ്കിലും അന്ന് ആദ്യമായിട്ട് എനിക്കൊരു കാശുരൂപം കിട്ടിയത് ഒരു അങ്കിള് വഴിയായിട്ടാണ് കിട്ടിയത്. അത് ഞാൻ വളരെയധികം ആഗ്രഹിച്ച് ആ ഒരു കാശുരൂപം പിടിച്ചിട്ടാണ് അന്ന് ഇരിക്കണേ. അന്ന് ഇൻ്റർവ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എനിക്കത് കിട്ടിയെന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഡോക്യുമെൻറ്റേഷനും എല്ലാം കഴിഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സാലറിയിൽ എനിക്ക് നല്ലൊരു ജോബ് ലഭിച്ചു. അത് ഞാൻ ആദ്യമായിട്ട് ജനുവരി 8-ാം തീയതിയാണ് എൻ്റെ ജോയിനിങ് ഡേറ്റ്. അപ്പോൾ ഞാൻ അന്ന് ആ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. എനിക്ക് ഈ വചനം കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു, അതായത് ഇന്ന് മുതൽ അടുത്ത വർഷം ജനുവരി 8-ാം തീയതി വരെ ഞാനിനി എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കനും അങ്ങനെ ബീഫ് ഐറ്റംസ് അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു കൂടുതൽ ഇഷ്ടം നോൺ വെജിനോട്. അപ്പം ഞാനിനി ചിക്കൻ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഈ നോൺ വെജ് ഐറ്റംസ് ഞാൻ കഴിക്കില്ല എന്ന്, ഫിഷ് കഴിക്കും, അതല്ലാതെ ചിക്കൻ ഐറ്റംസ് ഒന്നും കഴിക്കില്ല എന്ന് ഞാൻ മാതാവിനോട്, ആ ഒരു വചനം കിട്ടിയത് കൊണ്ട് ഞാൻ അങ്ങനെ മാതാവിനോട് പറഞ്ഞു. ഇപ്പോൾ ഈ ജനുവരി 8-ാം തീയതിയാണ് പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇതിന് ശേഷം ഞാൻ ചിക്കനൊക്കെ കഴിക്കുന്നത്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ ജോയിൻ ചെയ്യുമ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊക്കെ ഡോക്ടേഴ്സ് തന്നെയാണ്, ഡെൻറ്റിസ്റ്റും അതുപോലെ തന്നെ ഹോമിയോ ഡോക്ടർ, ആയുർവേദ ഡോക്ടർ, അങ്ങനെ ഒരു ടീമായിരുന്നു. അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഓൺലൈൻ ഇൻ്റർവ്യൂ, പിന്നെ റിട്ടൺ എക്സാം, പിന്നെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ, അങ്ങനെ 3 സ്റ്റെപ്പായിട്ടാണ്. പക്ഷേ എനിക്കിതൊന്നും ഉണ്ടായിരുന്നില്ല, എന്നോട് ഇതൊന്നും ചോദിച്ചായിരുന്നില്ല. എനിക്ക് വെറുതെ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാതാവിൻ്റെ ഒരു പക്ഷേ റിട്ടൺ എക്സാമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ അതിന് പറ്റില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം മാതാവ് എനിക്ക് അങ്ങനെ മീൻസ് റിട്ടൺ എക്സാമൊന്നും ഇല്ലാതെ ഈ ഒരു ഇൻ്റർവ്യൂ മാത്രം, അതും ഞാൻ പറയുന്നതൊക്കെ ഞാൻ പഠിച്ചിട്ടെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചുമ്മാ വായിച്ചിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് കൂടുതൽ ഡീപ്പായിട്ടൊന്നും അറിയില്ല. കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഹോമിയോപ്പതിയാണ്, ഞാൻ കുറച്ച് പ്രാക്ടീസ് ചെയ്തേക്കുന്നത്. അതും 2 വർഷം കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുമില്ല. പക്ഷേ ഇത് ഇൻഷുറൻസ് ഫീൽഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ അറിയണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് തന്നെയാണ് ആ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചത്. വേറെ പുറത്തുനിന്ന് അല്ലെങ്കിൽ ഇപ്പം മിണ്ടാതിരിക്കേണ്ട ഒരു അവസ്ഥ എൻ്റെ മാതാവ് എനിക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നില്ല അന്ന്. എൻ്റെ 1-ാമത്തെ ഉടമ്പടി ഇതായിരുന്നു, ജോബിൻ്റെ കാര്യം. അത് എനിക്ക് മാതാവ് ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറമായിട്ട് ഇപ്പം ഞാൻ 1 വർഷം തികച്ചു. മാതാവിന് 1000 നന്ദി. അതുപോലെ 2-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പപ്പയുടെ കാര്യമായിരുന്നു. പപ്പയ്ക്ക് ക്യാൻസറായിരുന്നു, നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമയാണ്. അത് ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് ആൾ ഒരു 21 ഡേയ്സ് ICUലൊക്കെ ആയിരുന്നു ലിസി ഹോസ്പിറ്റലിൽ. അത് ആ ഒരു സമയത്ത് ഭയങ്കര ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. പപ്പേനെ കിട്ടുമോ ഇല്ലയോ എന്നറിയാത്തൊരു സിറ്റുവേഷനായിരുന്നു. ആ സമയത്ത് ആണ് ഞാൻ ശരിക്കും ഇത് എടുക്കുന്നത് തന്നെ. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അതിന് ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് കീമോതെറാപ്പി ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം പപ്പയ്ക്ക് കാർഡിയാക് എഫിഷ്യൻസി 45% ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കാർഡിയാക് ടോക്സിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് കീമോതെറാപ്പി തന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനായിരുന്നു. പക്ഷേ ആ ഒരു പ്രാർത്ഥിച്ച് ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പപ്പയ്ക്ക് കീമോതെറാപ്പി ചെയ്യാൻ പറ്റി. അതിനുശേഷം നന്നായിട്ട് അസുഖമൊക്കെ കുറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾക്കുണ്ട്. പക്ഷേ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് മാതാവിൻ്റെ ഉടമ്പടി വഴിയാണ് പപ്പ. കാരണം ഈ ഒരു 4th സ്റ്റേജ് ആയിട്ട് കൂടെ ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം പപ്പ
അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഉടമ്പടി എടുത്തിട്ട് ആണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഒരു ദിവസം പപ്പയ്ക്ക് ഉടമ്പടി ഇല്ലാതെ, മാതാവില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. മാതാവിൻ്റെ ഒപ്പമല്ലാതെ പപ്പയ്ക്ക് ആ വേദന സഹിക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു. മാതാവിൻ്റെ കയ്യിൽ ഞാൻ പപ്പേനെ ഏൽപ്പിക്കുകയാണ്. ഇനി അടുത്തത് എൻ്റെ ഒരു സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആ ഒരു സ്ഥലം വിൽക്കുന്നത് ഒരു 6 മാസത്തോളം ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചായിരുന്നു. പക്ഷേ എങ്ങും സ്ഥലമൊന്നും ഇതായിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഉപ്പിട്ട് പ്രാർത്ഥിച്ചിൻ്റെ ഫലമായിട്ട് സ്ഥലം വിൽക്കാൻ പറ്റി. പിന്നെ ഇൻഷുറൻസിൻ്റെ അതുപോലെ തന്നെ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചതിന് ആദ്യം അത് റിജക്റ്റായി പോയതായിരുന്നു, ഇൻഷുറൻസിൻ്റെ ക്യാഷ് ലഭിക്കാനൊക്കെ. അതിനുശേഷം അതും അപ്രൂവായി. എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിൻ്റെ അടുത്ത് ഞാൻ നന്ദി പറയാണ്. പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയാം. നമുക്കറിയാം, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കണമെന്നില്ല. ഈ ഒരു സാക്ഷ്യത്തിലതാണ്. ഒരു ഹോമിയോ ഡോക്ടറായിട്ട് ശരിക്കും പറഞ്ഞാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷേ അതിൽ വലിയൊരു തടസ്സം നേരിടുകയാണ്. അപ്പോഴും പരിശുദ്ധ അമ്മയോട് സംസാരിക്കുവാനെന്നാണ് പറഞ്ഞത്. അതായത് കർത്താവ് പറയുന്നില്ല, ശിശുക്കളെ തടയരുതെന്ന് പറയാറുണ്ട് എപ്പോഴും. സുശേഷത്തിൽ പറയുന്നത് കർത്താവ് ശിശുക്കളെ എൻ്റെ അടുത്ത് വരുന്നത് തടയരുത്. കാരണം നിഷ്കളങ്കമായ മനസ്സോടെ ആത്മാർത്ഥതയോടെ സത്യത്തോടെ നീതിയോടെ നമ്മൾ പരിശുദ്ധമ്മയുടെ മുമ്പിൽ ഒരു കാര്യം പറയുമ്പോൾ അത് അമ്മ മാതാവ് കേൾക്കുക തന്നെ. അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു, ഇവരൊരു ഹോസ്പിറ്റലിൽ നിന്നൊരു കോൾ എനിക്ക് വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നന്നായിരുന്നെന്ന് ചിന്തിക്കുന്ന ആ സമയത്ത് പരിശുദ്ധമ്മയോട് സംസാരിക്കുമ്പോൾ തന്നെ അമ്മ അവിടെ നിന്നും ഒരു കോള് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാനൊരു ഹോമിയോ ഡോക്ടറായിട്ട് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ സാലറിയിൽ, കൂടുതൽ ഫെസിലിറ്റിയിൽ പരിശുദ്ധമ്മ അവിടെ ആ ഒരു ജോലി ക്രമീകരിച്ചു. എല്ലാവർക്കും ഉണ്ടായ പോലെ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. അതെല്ലാം മാറ്റി ഒരു ചെറിയൊരു ഓൺലൈൻ ഇൻ്റർവ്യൂവിലൂടെ കാര്യങ്ങളൊക്കെ സാധിച്ചു. ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും വലുത് അമ്മ എനിക്ക് തന്നു. അപ്പോൾ നമ്മൾ ചില സമയങ്ങളിലൊക്കെ ചിന്തിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടുന്നില്ലെന്ന്. പക്ഷെ അതിനേക്കാളും വലുതായിരിക്കും പരിശുദ്ധ അമ്മ തിരുക്കുമാരനോട് ദൈവമായ കർത്താവ് നമുക്ക് നടത്തിത്തരുന്ന അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ. തീർച്ചയായിട്ടും ഈ ഒരു സഹോദരി ഒരു ഡോക്ടറായിട്ട് സേവനം ചെയ്യാൻ ആഗ്രഹിച്ചൊരു വ്യക്തി, പക്ഷേ ഇപ്പോൾ മറ്റൊരു തലത്തിൽ തമ്പുരാൻ്റെ മുമ്പിൽ അതിനേക്കാളും ഉയർന്നൊരു തലത്തിൽ ഈശോ ഈ മകളെ കണ്ടു. അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ പരിശുദ്ധ മാതാവിലൂടെ ഈ സഹോദരിക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് കരങ്ങളടിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.